ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കണ്ണൂർ ജയിലിൽ പാർപ്പിക്കും. നാളെ വെയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. വിവരങ്ങളുമായി നിഖിലാണ് നമുക്കിപ്പം ചേർന്നത്. നിഖിൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തെളിവെടുപ്പ് പൂർത്തിയായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴാകും വെയ്യൂരിലേക്ക് പ്രതിയെ മാറ്റുക? എന്താണ് അപ്ഡേഷൻസ്? സേതു, ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ വലിയ സുരക്ഷയിൽ, പോലീസിന്റെ വലിയ സുരക്ഷയ്ക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഗോവിന്ദച്ചാമിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഈ ജയിൽ ചാടിയ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്ത് വരെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. തെളിവെടുപ്പിന് ശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവൃത്തികളാണ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാകുന്നതോടുകൂടി കണ്ണൂർ കോടതിയിലേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിച്ച് ഇവിടെ ഹാജരാക്കും. തുടർന്ന് ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ആയിരിക്കും വിയ്യൂരിലേക്ക് കൊണ്ടുപോവുക. ഏതായാലും ഈ ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യത്തിൽ നാളെയോടുകൂടി ഇയാളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് ഈ ജയിൽ മാറണമെന്നോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പോകണമെന്നോ ഉള്ളൊരു ആഗ്രഹം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപ്രകാരമാണ് ജയിൽ ചാടിയത്. തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. ഈ പുലർച്ചയോടുകൂടി ജയിൽ ചാടിയതിന് ശേഷം ഇയാൾ കണ്ണൂർ നഗരത്തിൽ ഒരു സേഫായ ഒരു ഒളിത്താവളം തേടി പലയിടങ്ങളിലായി അലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ഒളിയിടം കണ്ടെത്തി അവിടെ ഒളിച്ചിരുന്ന് രാത്രിയോടുകൂടി തമിഴ്നാട്ടിലേക്ക് പോവുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ലക്ഷ്യം ഒരു കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള ഒരാളുടെ കണ്ണിൽ ഈ ഗോവിന്ദച്ചാമി പെട്ടതോടുകൂടി പൊളിയുകയായിരുന്നു. നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ 1:15-നും 3:30-ക്കും ഇടയിലുള്ള സമയത്താണ് ജയിൽ ചാടിയത്. പക്ഷേ 5:30യോടുകൂടിയാണ് ജയിൽ അധികൃതരും ജീവനക്കാരും ഇക്കാര്യം ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് സ്ഥിരീകരിക്കുന്നത്. പിന്നീട് 6:30യോടുകൂടി പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ഇതിനിടയിൽ തന്നെ പോലീസ് ഇയാളുടെ ഫോട്ടോയും മറ്റും വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. വ്യാപകമായ തിരച്ചിലേക്ക് കടക്കുന്നു. ഇതിനിടയിലാണ് രാവിലെ 9:15 കണ്ണൂർ DCC ഓഫീസിന്റെ പരിസരത്തുള്ള റോഡിൽ ഇയാളെ കണ്ടു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തി. ആ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പഴയ ഒരു കെട്ടിടത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഗോവിന്ദച്ചാമിയെ ആദ്യം കാണുന്നത്. പിന്നീട് ഇയാൾ ഈ ആളുകളെയും പോലീസ് നായയും ഒക്കെ കണ്ടതോടുകൂടി അവിടെ നിന്ന് ഓടിയതിനു ശേഷം സമീപത്തുള്ള ഒരു കിണറിനകത്ത് ഇറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ പടവുകളിൽ പിടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പിന്നീട് പിടികൂടിയതിനു ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുന്നു, തെളിവെടുപ്പ് നടത്തുന്നു. ഇനിയിപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുന്നു. അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ ഇന്ന് കൊണ്ടുപോകും. അവിടെ പാർപ്പിച്ചതിന് ശേഷം നാളെ വിയ്യൂരിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ നിഖിൽ, വ്യക്തമാണ്.